റാപ്പർ വേടൻ ബലാത്സംഗ കേസിൽ പ്രതിയായിരിക്കുന്നു. 31 വയസ്സുള്ള ഒരു യുവ ഡോക്ടറുടെ പരാതിയുടെ പുറത്താണ് വേടനെതിരെ തൃക്കാക്കര പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എങ്ങനെയായിരിക്കാം വേടൻ ഈ ബലാത്സംഗ കേസിൽ പെട്ടത്? നമുക്കത് നോക്കാം ചെറുതായിട്ട്. ഇക്കഴിഞ്ഞ ബുധനാഴ്ച ഒരു യുവതി തൃക്കാക്കര പോലീസ് സ്റ്റേഷനിലേക്ക് വൈകുന്നേരം കടന്നു വരുന്നു. ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ട് ആ സമയത്ത്. അപ്പോൾ ഇവർ വരുന്നത് റിസപ്ഷനിലിരുന്ന പോലീസുകാരൻ കാണുന്നു. അപ്പോൾ അയാൾ ചോദിക്കുന്നു, എന്താണ് മാഡം, എന്താണ് കാര്യം, എന്താണ് വന്നത്? അപ്പോൾ യുവതി പറയുന്നു, എനിക്കൊരു പരാതി നൽകാനായിട്ട് ഞാൻ വന്നതാണ്, പരാതിയൊക്കെ ഞാൻ എഴുതി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വാങ്ങിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ഇത് വാങ്ങിക്കുന്നു, വായിച്ചു നോക്കുന്നു. അപ്പോൾ അയാൾക്ക് കാര്യം മനസ്സിലായി, ഇതിനകത്ത് എന്തോ ഗൗരവമുണ്ടെന്നൊക്കെ മനസ്സിലാകുന്നു. അയാൾ അതുമായിട്ട് അകത്ത് പോയി തൻ്റെ മേലുദ്യോഗസ്ഥരെ കാണിക്കുന്നു. അപ്പോൾ അവിടുത്തെ SI പറയുന്നു, എത്രയും പെട്ടെന്ന് തന്നെ യുവതിയുടെ വിശദമായിട്ടുള്ള മൊഴികൾ ശേഖരിക്കണം. അതിനായിട്ട് വനിതാ ASI പ്രീതയെ ചുമതലപ്പെടുത്തുന്നു. അപ്പോൾ SHO ചോദിക്കുന്നുണ്ട്, ആർക്കെതിരെയാണ് പരാതിയെന്ന്. അപ്പോഴാണ് പറയുന്നത്, പരാതി ഹിരൺദാസ് മുരളി എന്ന വേടന് എതിരെയാണ് എന്നുള്ളത്. അപ്പോൾ രാത്രി ഏതാണ്ട് ഒരു 8 മണി സമയം ആവുന്നു. ഈ സമയത്താണ് നമ്മുടെ ASI പ്രീതയുടെ മുന്നിൽ ഈ യുവതി തൻ്റെ അനുഭവങ്ങൾ പറയുന്നത്. തൻ്റെ പഴയകാല ഏതാണ്ട് 5 വർഷം മുമ്പ് 2019 മുതലുള്ള ഓർമ്മകളായി യുവതി അപ്പോൾ അവരുടെ മുന്നിൽ ആ ASI പ്രീതിയുടെ മുന്നിലേക്ക് തുറന്നിടുകയായിരുന്നു ഒന്നൊന്നായിട്ട്. 2019 ഈ ഡോക്ടർ കോഴിക്കോടേക്ക് പഠിക്കാനെത്തുന്നത്. ഈ സമയത്താണ് ഇൻസ്റ്റഗ്രാമിലൂടെയാണ് വേടനെ പരിചയപ്പെടുന്നത്. അങ്ങനെയാണ് വേടൻ്റെ പാട്ടുകൾ, ഇൻ്റർവ്യൂകളൊക്കെ ഇൻസ്റ്റഗ്രാം IDയിലൂടെയാണ് യുവതി കാണുന്നത്. അവർക്കത് ഇഷ്ടപ്പെടുന്നു. ഈ ഇൻ്റർവ്യൂവിലെ ചില തെറ്റ് കുറ്റങ്ങളൊക്കെ അറിയിച്ചുകൊണ്ട് വേടനെ ഇവർ ഇൻസ്റ്റഗ്രാമിലൂടെ മെസ്സേജ് അയക്കുന്നു. വേടന് അത് ഇഷ്ടപ്പെടുന്നു. കാരണം ഇവരുടെ കണ്ടെത്തലുകൾ, ഇവരുടെ നിരീക്ഷണങ്ങളൊക്കെ കൊള്ളാം എന്ന് വേടന് തോന്നുന്നു. വേടൻ തിരിച്ച് മെസ്സേജ് അയക്കുന്നു. അങ്ങനെ ഈ ഒരു മെസ്സേജ്, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഈ ഒരു മെസ്സേജ് വലിയ രീതിയിലേക്ക് കൂടിപ്പോകുന്നു. അങ്ങനെ ഇവർ എപ്പോഴും മെസ്സേജിങ് ആവുന്നു. ഇവരുടെ ഫോൺ നമ്പറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നു. പിന്നെ അത് ഫോണിനകത്തൂടെ ഭയങ്കര സംസാരങ്ങളാവുന്നു. ഇവരെന്തായാലും വലിയ രീതിയിൽ അടുത്തു കഴിഞ്ഞു. ആ ഒരു സമയത്ത് ഇവരെപ്പോഴും ഫോണിനകത്ത് സംസാരിച്ചു കൊണ്ടേയിരുന്നു. അപ്പോൾ ഈ ഒരു സമയത്ത് വേടൻ പറയുന്നുണ്ട്, ഒരിക്കൽ പറഞ്ഞു തന്നെ എനിക്കിഷ്ടമാണ്, കല്യാണം കഴിച്ചു കൊള്ളാം എന്ന് പറയുന്നുണ്ട്. പക്ഷെ അതെല്ലാം കഴിഞ്ഞിട്ട് 2021 ആഗസ്റ്റിലാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ ഈ ആഗസ്റ്റിലാണ് ഈ യുവതിയെ ഈ വേടൻ വിളിച്ചിട്ട് പറയുന്നു, താൻ എവിടെയാണ് ഇപ്പോൾ താമസിക്കുന്നത്, എനിക്ക് അങ്ങോട്ടൊന്ന് വരണം, തന്നെ ഒന്ന് കാണണം, തന്നോടൊരു അത്യാവശ്യ കാര്യം പറയാനുണ്ട്. എന്താണ് കാര്യമെന്ന് യുവതി ചോദിച്ചപ്പോൾ പറയുന്നത്, ഏതോ ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു കാര്യം സംസാരിക്കാനാണ്, എനിക്ക് അത്യാവശ്യമായിട്ട് സംസാരിക്കണം, താൻ എവിടെയാണ്, വഴി കാണിച്ചു തരൂ അല്ലെങ്കിൽ വഴി പറഞ്ഞു തരൂ എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുന്നു. അപ്പോൾ യുവതി എന്തായാലും അതെല്ലാം അയച്ചു കൊടുക്കുന്നു. തൻ്റെ ഫ്ലാറ്റിലേക്ക് വരാനുള്ള വഴിയും മറ്റു കാര്യങ്ങളുമെല്ലാം ഈ വേടന് അയച്ചു കൊടുക്കുന്നു. അങ്ങനെ ആ ദിവസം ഈ ഇവിടെ താമസിച്ച ഫ്ലാറ്റിൽ മറ്റാരും ഇല്ലായിരുന്നു. ഏതാണ്ടൊരു ഉച്ചയ്ക്ക് 1 മണി സമയത്തോ അങ്ങാണ്ടാണ് തോന്നുന്നു ഇവിടെ താമസിക്കുന്ന ഈ ഡോക്ടർ താമസിക്കുന്ന 3ാമത്തെ നിലയുടെ ഫ്ലാറ്റിൻ്റെ റൂമിൻ്റെ കോളിംഗ് ബെൽ അടിക്കുന്നു. അപ്പോൾ ഇവർ ചെന്ന് റൂം തുറക്കുന്നു. റൂം തുറന്നപ്പോൾ അത് നമ്മുടെ വേടൻ തന്നെയാണ്. അപ്പോൾ ഇവർ രണ്ടുപേരുടെ അകത്തേക്ക് കയറി ലിവിങ് റൂമിലേക്ക് കയറുന്നു. അപ്പോൾ ഇവൾ ചോദിക്കുന്നു, കുടിക്കാൻ വെള്ളമൊക്കെ തരട്ടെ എന്ന് ഈ യുവ ഡോക്ടർ ചോദിക്കുന്നു. അപ്പോൾ വേടൻ പറയുന്നു, വേണ്ട, എനിക്ക് വെള്ളം കുടിക്കാനൊന്നും വേണ്ട, താൻ ഇവിടെ ഇരിക്കൂ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ അത്യാവശ്യമായി സംസാരിക്കാനുണ്ട്. അപ്പോൾ ആ ലിവിങ് റൂമിൽ താഴെ ഒരു ബെഡ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ആ ബെഡിൽ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ ബെഡിലിരിക്കുന്ന സമയത്ത് ഇദ്ദേഹം ഈ ഫേസ്ബുക്ക് പോസ്റ്റിനെ കുറിച്ച് കുറേ കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി. പെട്ടെന്ന് തന്നെ ഇയാളുടെ ആ സംസാരത്തിൻ്റെ ശൈലിയൊക്കെ മാറി. അപ്പോൾ ഈ യുവതിക്ക് സംശയം തോന്നി, ഇദ്ദേഹത്തിൻ്റെ സംസാര ശൈലി മാറുന്നുണ്ടല്ലോ എന്ന്. അങ്ങനെ മാറുന്നുണ്ടെന്ന് തോന്നിയപ്പോൾ സംസാരിക്കുന്ന കൂട്ടത്തിൽ ഇയാൾ ചോദിച്ചു അത്രേ, തന്നെ ഞാനൊന്ന് കിസ് ചെയ്തോട്ടെ എന്ന്. അപ്പോൾ ഈ യുവതി എന്നെ സമ്മതിക്കുന്നു. അങ്ങനെ കിസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇയാളുടെ രീതികൾ മൊത്തത്തിൽ മാറി. അങ്ങനെ യുവതി ആകെ പേടിക്കുന്നു, വെപ്രാളപ്പെടുന്നു, എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ വയ്യ. അപ്പോൾ ഇയാൾ ഇവളെ പിടിച്ച് ബെഡിലേക്ക് തള്ളിയിട്ടിട്ട് ഇവളെ ഒരുപാട് പ്രതിഷേധിക്കാൻ ശ്രമിച്ചു. എന്നിട്ട് പോലും ഈ വേടൻ സമ്മതിക്കാതെ ഈ പെണ്ണിനെ ബലാത്സംഗം ചെയ്തു എന്നാണ് പരാതിയിൽ പറയുന്നത്.
ബലാത്സംഗം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ സ്ത്രീ മാനസികമായിട്ട് ആകെ തകർന്നു, ആകെ വിഷമിച്ചു. അപ്പോൾ വേടൻ പറഞ്ഞു അത്രേ, നീ വിഷമിക്കേണ്ട, ഒരു തരത്തിൽ നീ വിഷമിക്കേണ്ട, നിന്നെ ഞാൻ കല്യാണം കഴിച്ചു കൊള്ളാം എന്ന്. അപ്പോൾ അത് കേട്ടപ്പോഴാണ് ഈ പെണ്ണിൻ്റെ വിഷമം ഒന്ന് മാറിയതാണ്. തന്നെ കല്യാണം കഴിക്കുമല്ലോ എന്നൊരു സമാധാനത്തിൽ ഇവള് ആ വിഷമം മാറി. 2-3 ദിവസം അന്ന് ആ സമയത്ത് അവിടെ കൂടെ ആ ഹോട്ടലിൽ ആ ഫ്ലാറ്റിൽ താമസിച്ചതിന് ശേഷമാണ് അത്രേ വേടൻ മടങ്ങുന്നത്. പിന്നെ അങ്ങനെ പലവട്ടം ഈ വേടൻ അവിടെ വരാൻ തുടങ്ങി. ഏതാണ്ട് 2022 ഒരു 2021 ഡിസംബർ 8 ഒരു കോള് വരുന്നു, തനിക്ക് 10,000 രൂപ വേണമെന്ന് പറഞ്ഞ്. അപ്പോൾ ഇവരെന്തെടുത്ത് പെട്ടെന്ന് തന്നെ തൻ്റെ HDFC ബാങ്കിലെ അക്കൗണ്ടിൽ നിന്ന് വേടൻ്റെ സൗത്ത് ഇന്ത്യൻ ബാങ്കിലെ അക്കൗണ്ടിലേക്ക് 10,000 രൂപ എത്രയും പെട്ടെന്ന് തന്നെ ഫോൺ പേ വഴി മാറ്റി കൊടുത്തു. പിന്നെ ഏതാണ്ട് 8 ദിവസം കഴിഞ്ഞപ്പോൾ ഉടൻ തന്നെ വീണ്ടും അടുത്ത വിളി, ഒരു 5,000 രൂപയും കൂടെ വേണം. അപ്പോൾ ഇവർ വീണ്ടും 5,000 രൂപ കൊടുക്കുന്നു. എന്ത് തന്നെ ആയാലും ഈ പൈസ ചോദിക്കാനുള്ള വിളി, ഇങ്ങനെ പൈസ ചോദിപ്പ് പിന്നെ അതൊരു പതിവായത്രേ. അപ്പോൾ ഏതാണ്ട് 16,000 രൂപ ഇങ്ങനെ ഫോൺ പേ വഴിയും അല്ലാതെ കുറച്ച് കാശ് കൊടുത്തു. അങ്ങനെയായിട്ട് 31,000 രൂപ കാശായിട്ട് കൊടുത്തു. പിന്നെ ട്രെയിൻ ടിക്കറ്റായിട്ട് ബുക്ക് ചെയ്ത് കൊടുത്ത ഏതാണ്ട് 8,500 ചില്ലറ രൂപയുടെ ട്രെയിൻ ടിക്കറ്റും ബുക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പെൺകുട്ടി പറയുന്നത്, എനിക്ക് പൈസ പോയില്ലെന്ന് എനിക്ക് വിഷമമില്ല, തന്നെ പറഞ്ഞ് പറ്റിച്ചതിലാണ് തനിക്ക് വിഷമം എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഏതാണ്ട് 2023 കൂടി അങ്ങാണ്ട് ഈ പെൺകുട്ടിയുടെ പഠിത്തമൊക്കെ നിർത്തിയിട്ട് അവർ കൊച്ചിയിലെ ഒരു ഫ്ലാറ്റിൽ താമസമായി. അപ്പോൾ ആ സമയത്താണ്, അപ്പോൾ ഇതിനിടയ്ക്ക് വെച്ച് പലവട്ടം വേടൻ ഇവരുടെ ഫ്ലാറ്റിൽ വരികയും വേടൻ്റെ സുഹൃത്തുക്കളുമായിട്ട് ഫ്ലാറ്റിൽ വരികയും ദിവസങ്ങളോളം ഇവിടെ കഴിഞ്ഞിട്ടൊക്കെയാണ്, ഈ സ്ത്രീയുടെ കൂടെ ഇവിടെ കഴിഞ്ഞിട്ടൊക്കെയാണ്, ഇവർ ഒരുമിച്ച് കഴിഞ്ഞിട്ടുമൊക്കെയാണ് തിരിച്ചു പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ പെൺകുട്ടി പഠിത്തമൊക്കെ തീർന്ന് കൊച്ചിയിലെ ഒരു ഫ്ലാറ്റിൽ താമസമാവുന്നത്. അപ്പോൾ ഈ സമയത്ത് ഒരു ദിവസം വേടൻ വിളിച്ചിട്ട് പറഞ്ഞു, അവിടെ ലേ മെറിഡിയൻ എന്നും പറഞ്ഞിട്ടുള്ള ഒരു ഹോട്ടലുണ്ട്, അപ്പോൾ അവിടെ വെച്ച് തൻ്റെ ഒരു പരിപാടി ഉണ്ടെന്നും അത് കഴിഞ്ഞ് താൻ പിറ്റേന്ന് ഫ്ലാറ്റിലേക്ക് വരുമെന്നും ഈ പെൺകുട്ടിയെ അറിയിക്കുന്നു. അപ്പോൾ അങ്ങനെ ഇരുന്ന സമയത്ത് ഈ പരിപാടിയുടെ അന്ന് വേടൻ്റെ 2 സുഹൃത്തുക്കളാണ് പെൺകുട്ടിയുടെ വീട്ടിലേക്ക് വന്നത്. രാവിലെ തന്നെ അവർ വന്നു. വേടനെ കൂട്ടത്തില്ലായിരുന്നു. അപ്പോൾ എങ്ങനെ ഈ സുഹൃത്തുക്കളും ഈ പെൺകുട്ടിയും കൂടിയാണ് പരിപാടി കാണാനായിട്ട് പോകുന്നത്, ലേ മെറിഡിയനിലേക്ക് പോകുന്നത്. അപ്പോൾ പരിപാടി കഴിഞ്ഞ് രാത്രിയിൽ ഈ 2 സുഹൃത്തുക്കളും ഈ പെൺകുട്ടിയും കൂടെ ഒറ്റയ്ക്കാണ് തിരിച്ച് ഫ്ലാറ്റിലേക്ക് വരുന്നത്. തിരിച്ച് ഫ്ലാറ്റിലേക്ക് വന്നു കഴിഞ്ഞിട്ട് അപ്പം വേടൻ അവരുടെ കൂടെ വരുന്നില്ല. വേടൻ വന്നില്ല. വേടനെ വിളിച്ചിട്ട് വേടൻ ഫോണും എടുക്കുന്നില്ല. എന്തൊക്കെയോ ഫോൺ തടസ്സങ്ങളൊക്കെ നടക്കുന്നു. അങ്ങനെ പിറ്റേന്ന് രാവിലെ ഇയാൾ 10 മണി കണ്ടായപ്പോൾ ഈ പെൺകുട്ടിയുടെ ഫ്ലാറ്റിൽ വരുന്നു. അപ്പോൾ പെൺകുട്ടിയുടെ ഫ്ലാറ്റിൽ വന്നിട്ട് ഇയാൾ ആകെ ചൂടാവുന്നു അത്രേ. താൻ എന്താണ് ഇങ്ങനെ ടോക്സിക് ആവുന്നത്, താൻ എന്താണ് ഇങ്ങനെ പൊസസീവ് ആവുന്നത്, താൻ എന്താണ് എന്നെ പറ്റുന്നതാണ് ഇത്രമാത്രം എന്നെ നിയന്ത്രിക്കുന്നത്, എൻ്റെ കാര്യത്തിൽ ഇയാൾ ഇത്രമാത്രം ഇടപെടുന്ന എന്തോത്തിനാണ്, ഞാൻ പലരുടെയും കൂടെ പോകും, എനിക്ക് പല സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ട്, എനിക്ക് ഇഷ്ടമുള്ളവരുടെ കൂടെ പോകും, നീ എന്നെ നിയന്ത്രിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഇയാൾ കിടന്നങ്ങ് പ്രശ്നം ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഈ പെൺകുട്ടി ആകെ വരണ്ടു പോയി. കാരണം ഈ പെൺകുട്ടിക്ക് ഇയാളെ ഒരുപാട് വിശ്വാസമാണ്, ഒരുപാട് സ്നേഹമാണ്. അതുകൊണ്ടായിരിക്കും ഒരു പെൺകുട്ടി ഇത്രമാത്രം അയാളുമായിട്ട് ഇങ്ങനെ അടുത്ത് പോയത്, നമുക്കറിയില്ല. അപ്പോൾ എന്തുമായാലും ഇത് കഴിഞ്ഞപ്പോൾ എന്നിട്ട് ഇയാൾ തന്നെ പറയുന്നു, ശരിയാവില്ല, ഇനി നമുക്ക് തമ്മിലൊരു ബന്ധം നമുക്ക് വേണ്ട, നമുക്ക് ഈ ബന്ധം ഇവിടെ വെച്ച് നിർത്താം. അപ്പോൾ ഇവളാകെ തകർന്നു പോയത്രേ. കാരണം അതല്ലേ കുറേ നാളുകൊണ്ട് ഇങ്ങനെ ഒരു ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിച്ചിട്ട് എന്തെങ്കിലും പ്രശ്നത്തിന് പേരിൽ നമുക്ക് ബന്ധം വേണ്ട എന്നൊക്കെ പറഞ്ഞ് പോകുമെന്ന് പറയുമ്പോൾ ഒരു വിധപ്പെട്ട സ്ത്രീകൾക്കൊന്നും അങ്ങനെ ആവില്ല. അപ്പോൾ ഇയാളുടെ ഫ്രണ്ടുകളെയും വിളിച്ചുകൊണ്ട് 2 കൂട്ടുകാരെയും വിളിച്ചുകൊണ്ട് ഇയാളങ്ങ് പോയത്രേ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇവൾ ഫോണിനകത്ത് തിരിച്ച് വിളിച്ചു, എന്തെങ്കിലും ചെറിയ പ്രശ്നം നമുക്ക് പറഞ്ഞ് പരിഹരിക്കാം, ഇത്രയും വലിയ പ്രശ്നമൊന്നും ആക്കേണ്ട കാര്യമില്ലല്ലോ എന്ന്. അപ്പോൾ ഇയാൾ എന്തോ പറഞ്ഞിട്ടങ്ങ് പോയി. പിന്നെ ഇവിടെ ഫോൺ വിളിച്ചിട്ടൊന്നും എടുക്കത്തില്ല. ഒത്തിരി നാളത്തേക്ക് ഇയാളെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പെണ്ണ് വിചാരിച്ച് ഇയാൾ പ്രശ്നമൊക്കെ മാറിയിട്ട് തിരിച്ചു വരും എന്നൊരു പ്രതീക്ഷയായിരുന്നു. അപ്പോൾ പോലീസുകാർ ചോദിക്കുന്നുണ്ട്, ഈ 2 വർഷം 2023 കഴിഞ്ഞ സംഭവം ആണ് ഇവർ തമ്മിൽ അവസാനമായിട്ട് പിരിയുന്നത്. അപ്പോൾ അതുവരെ നടന്ന സംഭവങ്ങൾ ഇപ്പോഴാണോ നിങ്ങൾ വന്ന് പരാതി നൽകുന്നതെന്ന് പോലീസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞ്, ഇത്രയും നാൾ അയാൾ തിരിച്ച് എൻ്റെ അടുത്തേക്ക് വരുമെന്നൊരു പ്രതീക്ഷയിൽ ഞാൻ കഴിയുകയായിരുന്നു. പക്ഷേ ഈ അടുത്തൊക്കെ ഞാൻ അറിയുന്നു മറ്റ് എന്തൊക്കെയോ സ്ത്രീകളുമായിട്ടൊക്കെ ഉള്ള പീഡന പ്രശ്നങ്ങളൊക്കെ പുറത്ത് വന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇയാൾ തന്നെ ചതിക്കുകയായിരുന്നു, തന്നെ പറ്റിക്കുകയായിരുന്നു, തന്നെ പറഞ്ഞ് വഞ്ചിക്കുകയായിരുന്നു എന്നൊക്കെ തനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. താൻ അത്രമാത്രം അയാളെ സ്നേഹിച്ചിരുന്നു, വിശ്വസിച്ചിരുന്നു എന്നാണ് ഈ യുവ ഡോക്ടർ പറയുന്നത്.
അപ്പോൾ അതുകൊണ്ടാണ് താൻ വഞ്ചിക്കപ്പെട്ടു എന്ന് മനസ്സിലായത് ഇപ്പോഴാണ്. അതുകൊണ്ടാണ് ഞാൻ സത്യങ്ങളെല്ലാം പറയാനായിട്ട് വന്നത് എന്നാണ് യുവ ഡോക്ടർ പറയുന്നത്. അപ്പോൾ ഇതിനെതിരെ നമ്മുടെ വേടൻ ഈ സംഭവം അറിഞ്ഞു. വേടൻ പറഞ്ഞത് അങ്ങനെ എന്തായാലും കേസൊക്കെ രജിസ്റ്റർ ചെയ്തു കേട്ടോ. കേസ് ഇയാളുടെ മേളിൽ FIR ഒക്കെ ഇട്ടു. അങ്ങനെ ഇയാളുടെ പേര് കേസാക്കി. അപ്പോഴാണ് വേടൻ പറയുന്നത് എന്താണ്, താനിപ്പോൾ സമൂഹത്തിൽ നല്ല വിലയും നിലയിലൊക്കെ ആയിട്ട് ജീവിക്കുകയാണല്ലോ. അപ്പോൾ അതിനെതിരെ അതില്ലാതാക്കാൻ വേണ്ടി തൻ്റെ ശത്രുക്കൾ പറഞ്ഞു പരത്തുന്ന ആ ഒരു ബലാത്സംഗ കേസാണ് അത്ര ഇത്. ഇപ്പോൾ സ്ഥിരമായിട്ട് തൻ്റെ മേലിങ്ങനെ പീഡന പരാതികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അത് എല്ലാം ചുമ്മാതാണ്. തൻ്റെ ശത്രുക്കൾ ഉണ്ടാക്കി വെക്കുന്ന വെറും കള്ള പ്രചരണമാണത്. തൻ്റെ കയ്യിലെ പൈസ ഒക്കെ കുറേയൊക്കെ വാങ്ങിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അവരൊക്കെ ചെയ്യുന്ന തന്ത്രങ്ങളാണ് എന്നാണ് വേടൻ പറയുന്നത്. കാരണം ഈ രണ്ട് പേരും കൂടെ ചേർന്ന് ഉള്ള ഈ ലൈംഗിക ജീവിതം അല്ലെങ്കിൽ ബന്ധം എന്ന് പറയുന്നത് രണ്ട് പേരും കൂടെ ചേർന്നുള്ളതാണല്ലോ. അപ്പോൾ പിന്നെ ഇവർ തമ്മിൽ കുറേ നാൾ കഴിയുമ്പം പിണങ്ങുമ്പോൾ ഈ സ്ത്രീകൾ കൊണ്ടുവന്നിട്ട് ബലാത്സംഗ കേസ് കൊടുക്കും. അങ്ങനെയുള്ള കേസൊന്നും നിലനിൽക്കുന്നതല്ല. ആ ഒരു കേസ് ഒരു ബലാത്സംഗം അല്ല, ഒരിക്കലും അതൊരു ബലാത്സംഗ കുറ്റമായിട്ട് മാറത്തില്ല എന്നും സുപ്രീം കോടതി വരെ പറഞ്ഞിട്ടുണ്ടെന്നാണ് അത്രേ ഇയാൾ പറയുന്നത്. അപ്പോൾ മാത്രമല്ല, യുവതിയുടെ പരാതിയിൽ പറയുന്നുണ്ട്, യുവതി താനുമായിട്ട് ഇടപഴകിയിട്ടുള്ളതൊക്കെ അവരുടെയും കൂടി ഇഷ്ടപ്രകാരമാണ് എന്ന് അവരുടെ പരാതിയിൽ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ തൻ്റെ നേരെ എങ്ങനെയാണ് കേസ് നിലനിൽക്കുക? തനിക്ക് പലയിടങ്ങളിൽ നിന്ന് ഇതേപോലുള്ള പല കേസുകളും ഇനിയും പൊങ്ങി വരും. കാരണം തനിക്ക് പലയിടത്തുനിന്നും ഭീഷണി ഉണ്ടാകുന്നുണ്ട്. ഇതുപോലുള്ള പീഡന കേസുകളൊക്കെ തൻ്റെ നേരെ ഇനി ഉയർന്ന് വരുമെന്നും പറഞ്ഞിട്ട് പലരും തന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഇത് പോലീസിൻ്റെ മുന്നിൽ പരാതിയായിട്ട് കൊടുക്കാൻ താൻ ഇരിക്കുകയായിരുന്നു. തനിക്ക് ഇതേപോലുള്ള കേസുകൾ ഇനിയും പല ഭാഗത്തുനിന്നും ഉണ്ടാവും എന്നുള്ള ഭീഷണി തനിക്കുണ്ടെന്ന് പോലീസിന് പരാതി കൊടുക്കാനിരുന്ന സമയത്താണ് യുവതി ഈ കേസുമായി വന്നത് എന്നൊക്കെയാണ് നമ്മുടെ വേടൻ പറയുന്നത്. എന്തുവാണെന്ന് സത്യമൊന്നും അറിയത്തില്ല. അപ്പോൾ എന്തുവായാലും ഇയാൾ മുൻകൂർ ജാമ്യത്തിനായിട്ട് ഹൈക്കോടതി സമീപിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തുവായാലും ഇയാൾക്ക് മുൻകൂർ ജാമ്യം കൊടുക്കണോ വേണ്ട എന്നൊക്കെ ഇനി ഹൈക്കോടതിയാണ് തീരുമാനിക്കേണ്ടത്. പിന്നെ മാത്രമല്ല, ഇതിനകത്തുള്ള യഥാർത്ഥ കല്ലും പതിരും തെളിയിക്കേണ്ട ഒരു ഉത്തരവാദിത്വം കൂടി നമ്മുടെ പോലീസിനുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ ആണുങ്ങളൊക്കെ വന്ന് എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പല്ലും ചിരിച്ചുകൊണ്ട് വന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ വീണു പോകാനുള്ളതേ ഉള്ളൂ നമ്മുടെ വിദ്യാസമ്പന്നരായ ഇന്നത്തെ നമ്മുടെ സ്ത്രീകളെന്ന് കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്.